അല്ലമ്മേ, നിങ്ങളുടെ ക്ലബില് വല്ല മോണോ ആക്ടോ മിമിക്രിയോ വല്ലതും അവതരിപ്പിക്കുന്നുണ്ടോ? എന്താടാ, നീ കളിയാക്കുവാണോ? ഞാനിവിടെ തിളച്ചുരുക്കി നിൽക്കുമ്പോഴാ നിന്റെ ഒരു ഫലിതം. തിളച്ചു തൂവാനെന്താ അമ്മ പശുവും പാലാണോ? ഓ അയ്യോ, പണ്ടമ്മ പാൽക്കാരിയായിരുന്നല്ലേ? ദേ, കൈപ്പാങ്ങിന് വന്നു നിന്ന് കളിയാക്കിയാലേ ചെകടടച്ചെന്ന് തരിഞ്ഞാൻ പറഞ്ഞേക്കാം. അമ്മ ഇത്രയ്ക്ക് കോപാകുലയാവുന്നെങ്കിൽ അതിന് തക്കതായ എന്തോ കാരണം ഉണ്ടാവുമല്ലോ. അല്ല, എന്താ അമ്മ കാരണം? നീ അറിഞ്ഞില്ലേ കൃതികേ ഗർഭിണിയാണെന്ന്? ആണോ? ഞാനറിഞ്ഞില്ലല്ലോ. പിന്നെ അവളുടെ ഗർഭാന്വേഷണം നടക്കല്ലേ എന്റെ പണി. പണ്ടേ ഇതുപോലെ പത്മയുടെ വയറ്റില് വളർന്ന കുരുപ്പാ പന പോലെ വളർന്ന് നമുക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്ന കൃതിക. കുരുക്കുമ്പോളെ കുരുപ്പുകളെ വേരോടെ നശിപ്പിച്ച് കളയണം, അല്ലെങ്കിൽ നമുക്കത് ഭീഷണിയാവും. അവള് 10 മാസം ചുമന്ന് പ്രസവിക്കട്ടെ അമ്മേ. പ്രസവിക്കാനും? ഓ, ഇനി അതുകൂടി വളർന്നു വന്നിട്ട് വേണം എന്റെ മെക്കെട്ട് കയറാൻ. ഉള്ളത് 2 നശിപ്പിക്കാൻ ഞാൻ പെടുന്ന പങ്കപ്പാട് എനിക്ക് മാത്രമേ അറിയൂ. സൂര്യമംഗലത്തുനിന്ന് പ്രതാപൻ പെണ്ണിനെ തട്ടിക്കൊണ്ടുവന്ന് കല്യാണം കഴിച്ചപ്പോ ഞാൻ സന്തോഷിച്ചതേ അവള് ദേവസുന്ദരി ആയിട്ടല്ല, കോടാനുകോടികൾ വരുന്ന ആ സ്വത്തുക്കൾ മുഴുവനും അടിച്ചു മാറ്റാമെന്ന സന്തോഷത്തിലാ. അന്നു മുതല് ഞാൻ പണി തുടങ്ങിയതാ. പത്മയെ അടിച്ചോടിച്ചു. സ്വത്തിന്റെ ഏക അവകാശിയായ കൃതികയെ വളർത്തു മകളായി ഇവിടെ നിർത്തി. എന്നിട്ട് നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ആ സ്വത്തുക്കൾ മുഴുവൻ അടിച്ചു മാറ്റാനും നോക്കി. അതൊന്നും ഇന്നേ വരെ നടന്നിട്ടില്ല. നമ്മൾ അതിനുള്ള ശ്രമം തുടരുകയല്ലേ അമ്മേ? ഒന്നും പൂർണ്ണമായിട്ടില്ലല്ലോ, അതല്ലേ തുടരുന്നേ അംഗം. ഉള്ള 2 എങ്ങനെയെങ്കിലും കൊന്നു കളയാൻ നോക്കുമ്പോ ഇത് പിന്നെയും വരുന്നു അടുത്ത ബാധ, കണ്ട കോടാലിയായിട്ട്. സമ്മതിക്കില്ല ഞാൻ. നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വിപരീതമായി ഒന്നും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ജീവൻ കൂടി ഈ മണ്ണി പിറക്കണ്ട.